മഹാഭാരതം നമ്മുടെ മഹത്തായ ഇതിഹാസമാണ്. ഇതിന്റെ രചയിതാവ് വേദവ്യാസനാണ്. എന്നാൽ അതെഴുതിയത് ഗണപതിയാണെന്ന് ഐതിഹ്യം പറയുന്നു. കഥ എഴുതാൻ ഗണപതിയെ സമീപിച്ച വേദവ്യാസൻ പറഞ്ഞത് താൻ ഇടവേളയില്ലാതെ കഥ പറയുമെന്നും അതേസമയം ഗണപതി അത് ഒറ്റയടിക്ക് എഴുതേണ്ടതുണ്ടെന്നുമായിരുന്നു. ഈ വ്യവസ്ഥയോടെയാണ് രചന ആരംഭിച്ചത്. വേദവ്യാസൻ പറഞ്ഞു കൊടുക്കുകയും ഗണപതി എഴുതി തുടങ്ങുകയും ചെയ്തു. കഥ എഴുതുമ്പോൾ എഴുതാൻ ഉപയോഗിച്ച തൂവൽ പൊട്ടിപ്പോയി. വ്യാസൻ കഥ പറയുന്നത് നിർത്താൻ കഴിയില്ലായിരുന്നു. മറ്റൊന്നും കൈവശം ഇല്ലാതിരുന്നിട്ടും സമയം കളയാതെ ഗണപതി തന്നെ കൊമ്പ് ഒന്ന് പൊട്ടിച്ച് അതുകൊണ്ട് എഴുതി തുടങ്ങി. കാരണം അവർ തമ്മിലുള്ള വ്യവസ്ഥ ഇതിനകം നിശ്ചയിച്ചിരുന്നുവല്ലോ. ഒടുവിൽ വ്യാസനും ഗണപതിയും ചേർന്ന് മഹാഭാരത രചന പൂർത്തിയാക്കി. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാര്യം പൂർത്തിയാക്കാൻ സമ്മതിച്ചാൽ അതിനു പിന്നിൽ അച്ചടക്കവും ദൃഢനിശ്ചയവും അനിവാര്യമാണ്. ഗണപതി തൂവൽ പൊട്ടിയപ്പോൾ പോലും എഴുതുന്നത് നിർത്താതെ സ്വന്തം കൊമ്പ് പൊട്ടിച്ചു തുടർന്നത് അതിനുദാഹരണമാണ്.